ഹലോ സുഹൃത്തുക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മളെ പുതിയ പാട്ടായ ഷാദി മസ്തി എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതിനെ പറ്റി ഞാൻ പറയാം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ബാലിയിലാണ്. ബാലിയിലെ ഒരു റിസോർട്ടിലാണ്. അപ്പോൾ നബീലാണ് ഈ റിസോർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി തന്നത്. കണ്ടിട്ട് എങ്ങനെയുണ്ട്? സെറ്റല്ലേ? അപ്പോൾ നമ്മളിവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. അതാണ് നമ്മളെ റൂം. ഇവിടെ ഒരു ടീമുണ്ട്, പിന്നെ ഇവിടെ നബീലും, പിന്നെ നമ്മളവിടെ ഉള്ള ഷിബിലും, പിന്നെ ജാഷിമുണ്ട്, പിന്നെ എൻ്റെ റൂമിൽ മിക്കുള്ളത് കേട്ടോ. അപ്പോൾ എനിക്കെന്താ വെച്ചാൽ ഈ വ്ളോഗിൽ നിങ്ങളടുത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. നല്ല ഈ അടുത്ത് നടന്ന സൗണ്ട് പോയി ഈ അടുത്ത് നടന്ന ഈ അടുത്ത് നടന്ന നല്ല നല്ല കാര്യങ്ങളെ പറ്റിയിട്ട്, അതായത് ഷാദി മസ്തിനുള്ള അതായത് ഒരു സമ്മറി ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്താണ് സംഭവം, എങ്ങനെയാണെന്നുള്ളതൊക്കെ. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. അപ്പോൾ ബർത്ത്ഡേ വിഷ് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. വളരെ 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 അധികം സന്തോഷമാണ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഇങ്ങനത്തെ വിഷ് കിട്ടിയതിലും. നിങ്ങൾ കുറച്ച് വീട്ടിലോട്ട് കുറച്ച് ഗിഫ്റ്റ് അയച്ചവരുണ്ട്, അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ നാട്ടിലില്ല, അതുകൊണ്ട് ഞാൻ ഉമ്മ അയച്ചപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് വിഷ് ചെയ്ത് എല്ലാവർക്കും എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് ഞാൻ എന്തായാലും തരുന്നതാണ്. കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം ഇത് പറയുന്നത് ഞാൻ ആകെ ഇൻസ്റ്റയിൽ കയറുന്നത് സ്റ്റോറി ഇടാനാണ്. കാരണം ബാലിയിലായതുകൊണ്ട് നെറ്റ് വൈസ് കുറേ പ്രശ്നങ്ങൾ. കാരണം നാട്ടിലത്തെ സിം അല്ലല്ലോ, ഇപ്പോൾ ഇവിടുത്തെ സിം എടുത്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ഓൺ ആക്കിയാൽ പെട്ടെന്ന് ഡാറ്റ തീർന്നാൽ ഞാൻ പെടും. അപ്പോൾ അത്യാവശ്യം ഘട്ടങ്ങളിൽ എടുക്കാൻ പറ്റില്ല. അപ്പോൾ വിഷ് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എന്നും മനസ്സിലുണ്ടാവും. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഇപ്പോൾ നോക്കണം എന്താ വെച്ചാൽ ഇവിടെ ഒരു സ്ഥലം നോക്കണം എവിടെയെങ്കിലും ഇരുന്ന് പറയാൻ. കാരണം ഞാൻ തന്നെ നേരത്തെ ഉറങ്ങിയോണ്ട് നേരത്തെ എണീറ്റു. രാവിലെ 5 മണി 6 മണിക്ക് എണീറ്റു. അപ്പോൾ ബാക്കി എല്ലാവരും കിടന്നുറങ്ങുകയാണ്. അപ്പോൾ ഞങ്ങളടുത്ത് ഇതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ ഇപ്പോൾ എനിക്ക് ക്യാമറ പിടിച്ച ഒരാളില്ലാത്തതുകൊണ്ട്, അതായത് കുറച്ച് നേരം ഇങ്ങനെ സ്റ്റില്ലായി സംസാരിക്കാൻ വിചാരിച്ചു കാര്യങ്ങളെ പറ്റിയിട്ട്. അപ്പോൾ ഞാനൊരു ലൊക്കേഷൻ നോക്കുകയാണ് എവിടെയാണ് വെക്കുക എന്നുള്ളത്. അപ്പോൾ അത് നോക്കിയിട്ട് സെറ്റായിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഞാൻ റൂം ആദ്യം കാണിച്ചിട്ട് കേട്ടോ. അവിടെ ഉള്ളത് മാഷാല്ലാ അടിപൊളി വ്യൂ കേട്ടോ അവിടെ. ബാലി, ഇതാണ് നമ്മളെ റൂം. ഞാൻ ഇവിടെ ഇരുന്നിട്ട് പറഞ്ഞാലോ എന്ന് ആലോചിക്കുക, പക്ഷേ ക്യാമറ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നൊരു ഐഡിയ ഇല്ല. മിക്കി ഉണ്ട് കേട്ടോ. അത് മിക്കി ഹായ് കൊടുക്ക്. യെസ്. അപ്പം ഞാൻ എന്തായാലും കാര്യങ്ങളോട്ട് പറഞ്ഞു തുടങ്ങാം. അതായത് കുറേ ആൾക്കാർ കുറേ ചോദ്യങ്ങളായി അതിനുള്ള ഉത്തരങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞു തുടങ്ങാം. ഞാൻ ഇവിടെ എന്തായാലും ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് നോക്കട്ടെ. ഓക്കെ. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഇവിടെ ഇരുന്നിട്ട് പറയാമെന്ന് വിചാരിച്ച്, ഇവിടെ ഇരുന്നിട്ട് പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. പക്ഷേ ടാസ്ക് എന്താ വെച്ചാൽ ഇവിടെ ഫോൺ വെക്കാൻ ശ്രമിച്ച്, പക്ഷേ ഫോൺ എങ്ങനെ വെക്കാൻ പറ്റില്ല. ഇവിടുന്ന് ആളുകൾക്ക് ഈ സാധനം ഇങ്ങനെ വീഴുകയാണ്. ഞാൻ പല ഐഡിയാസ് ഇട്ട് നോക്കിയെങ്കിലും എല്ലാം പാളി. അപ്പോൾ എന്താ വെച്ചാൽ മിക്ക പറഞ്ഞ ഓൻ തന്നെ പിടിച്ചരാന്ന്. കുറച്ച് സമയം എടുക്കുമെങ്കിലും ഓൻ പിടിച്ചാലും. പക്ഷേ തോന്നുന്നത് അധികം ഉണ്ടാവില്ല, പെട്ടെന്ന് തീരും. കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. എനിക്കറിയില്ല അത് എത്രത്തോളം നീളുന്നു അല്ലെങ്കിൽ എത്രത്തോളം കുറയുന്നു. കാരണം ടെൻഷൻ അടിച്ചിട്ട് ഞാൻ ചിലപ്പോൾ ചില കാര്യങ്ങൾ മറക്കും. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ മിസ്സാവാണ്ടിരിക്കാൻ. പക്ഷേ ഇനിയിപ്പോൾ അതിലും മിസ്സാവും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ട് എനിക്ക്. അപ്പോൾ ഇത് കാണുന്ന ആരെങ്കിലും അതായത് നിങ്ങളെ പറ്റി പറഞ്ഞില്ലെങ്കിലോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. കാരണം മനഃപൂർവ്വമല്ല, അപ്പോൾ ടെൻഷൻ കൊണ്ടാണ്. മിക്കി അപ്പോൾ പിടിച്ചേരാ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റാൻഡൊക്കെ മാറ്റുക. വിളിച്ചോ, ഞാനെവിടെ ഇരുന്ന് സംസാരിക്കാം. അവിടെ ഇരുന്നോ സ്റ്റാൻഡ് അവിടെ ഇരുന്നോ. മിക്കിക്ക് ഇരിക്കാൻ വേണ്ടി സെറ്റാക്കി. 1x ഇടണോ വൈഡ് ഇടണോ? 1x അല്ലേ. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ നിങ്ങളടുത്ത് ഇതിനെ പറ്റിയിട്ട് കുറേ പറയണമെന്നുണ്ടായി. അതായത് ഷാദി മസ്തിനെ പറ്റിയിട്ടും, അതായത് ഇതിൻ്റെ ആദ്യത്തെ ഡയറക്ഷൻ വർക്ക് ആയതുകൊണ്ടും അതിനെ പറ്റി അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും പറ്റിയിട്ടും എനിക്ക്, അതായത് ആ ഒരു കഥ പോലെ നിങ്ങൾക്ക് പറയണമെന്നുണ്ടായിരുന്നു. മിക്കിക്ക് അറിയില്ലല്ലോ കറക്റ്റ് ഒരു സ്ട്രക്ചറിൽ. മിക്കൊന്നും വന്നില്ലല്ലേ? മിക്കിക്ക് എന്തിനാന്ന് മിക്കിക്ക് മഞ്ഞപ്പിത്തം കാരണം അന്ന് പരിപാടിക്ക് കൂടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതെങ്ങനെ തുടങ്ങുകയെന്ന് വെച്ചാൽ ഒരു ദിവസം അനുവിനെ വിളിച്ച്, അതായത് നമ്മളിടയ്ക്ക് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ടോക്കൊക്കെ ഉണ്ട്. അനുവിനറിയാം എനിക്കിങ്ങനെ ഡയറക്റ്റ് ആഗ്രഹമുള്ള കാര്യത്തിനെ പറ്റിയിട്ടും ഇതിനെ പറ്റിയിട്ടും ഓരോ പ്രൊജക്റ്റിനെ പറ്റി ഇങ്ങനെ സംസാരിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ദിവസം ഞാൻ അങ്ങനെ വണ്ടി പോകുമ്പോഴോ അതെനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ. അതായത് ഒരു ദിവസം ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ അനു എനിക്ക് വിളിക്കുകയാണ്. എന്നിട്ട് വിളിക്കുന്ന സമയത്ത് അനു പറഞ്ഞ് എനിക്ക് ഞാനും ശ്രീഹരി ചേട്ടനും കൂടിയിട്ടുള്ളൊരു പ്രൊജക്റ്റ് ഉണ്ട്, എനിക്ക് ഡയറക്റ്റ് ചെയ്യാൻ താല്പര്യം ചോദിച്ചു.
അപ്പം ഞാൻ പറഞ്ഞു എന്ത് ചോദ്യം എനിക്ക് നല്ല താല്പര്യം ഉണ്ട് പറഞ്ഞു. പക്ഷേ എത്രത്തോളം താല്പര്യം ഉണ്ടെന്നും ഇതൊക്കെ ചോദിക്കുന്നതിലുപരി നമ്മളെ കൊണ്ട് അത് പറ്റുമെന്ന് നമ്മൾ സ്വയം ചോദിക്കുമല്ലോ. അപ്പോൾ ആ ഒരു ഇതിൽ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എന്താ, അതായത് ഈ എനിക്ക് ഒരു ഇതുണ്ടെങ്കിൽ സെറ്റാക്കുക. കാരണം എന്താ വെച്ചാൽ ബാക്കിയെല്ലാം സപ്പോർട്ട് നമ്മൾ തരുന്നതാണ്. അതായത് നമ്മളെ കൂട്ടത്തിലുള്ള എല്ലാവരും പല ഫീൽഡിലും നല്ല മികവ് തെളിയിച്ചവരാണ്. അപ്പോൾ അതുകൊണ്ട് ഫുൾ സപ്പോർട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് ഈ പേടിക്കേണ്ട, എനിക്ക് ആഗ്രഹം ഉണ്ടായത് നമുക്ക് അങ്ങനെ ചെയ്യാന്നുള്ള രീതിക്ക് അനു സംസാരിച്ച്. പിന്നെ അതേപോലെ ഇത് നമ്മൾ ഇതൊക്കെ പ്ലാൻ ചെയ്തപ്പോഴും എന്താണ് ഫസ്റ്റ് ഗ്രൂപ്പിൽ അവതരിപ്പിക്കണല്ലോ. ഈ ഗ്രൂപ്പ് കണ്ടിരുന്നില്ലേ? ഫസ്റ്റ് അതിനാണ് ഗ്രൂപ്പിലിടുന്നത്. അപ്പോൾ അതിന് ഗ്രൂപ്പിലിടുന്നതിന് മുമ്പ് നമ്മളെ ഇടയിൽ ഫുൾ ചർച്ചകൾ ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ അത് SBK ഉണ്ട് നമ്മളെ കൂട്ടത്തിലെ, എന്താ ദുൽഖറിൻ്റെ പേഴ്സണൽ ഫോട്ടോഗ്രാഫർ. അപ്പോൾ SBKയും ഞാനും SBK DOP ചെയ്യാറുണ്ട്. അപ്പോൾ അനു ഓക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ മൂന്നാളും കൂടി ഇങ്ങനെ ഡിസ്കഷൻ നടത്തിയാൽ SBKയുടെ ആണെങ്കിൽ ഫിലിം ഫീൽഡ് വർക്ക് ചെയ്യണോണ്ട് നല്ല സ്പീഡിലാണ് പറയുന്നത്. അയ്യോ, ഫിലിം ഫീൽഡ് വർക്ക് ചെയ്യണോണ്ട് നല്ല കണക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് കുറേ ടെക്നീഷ്യന്മാരൊക്കെ അറിയാം, അപ്പോൾ അവർ കൊളാബറേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവും അവർക്കൊക്കെ. അപ്പോൾ ഞാൻ ആൾക്കാരെ സെറ്റാക്കി തരാമെന്നുള്ള രീതിക്ക് SBK സംസാരിച്ചു. അപ്പോൾ നമുക്കിത് എന്തായാലും മുമ്പോട്ട് കൊണ്ടുപോകാമെന്നുള്ള രീതിക്ക് ഞങ്ങളെല്ലാവരും ഓക്കെ പറഞ്ഞു. അങ്ങനെ അനു ഫസ്റ്റ് ഗ്രൂപ്പ് ചെയ്ത് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഇന്ന് പഴയ മെസ്സേജൊക്കെ എടുത്ത് നോക്കിയിട്ട് ഗ്രൂപ്പിലത്തെ മെസ്സേജ് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അതായത് നിങ്ങൾക്ക് കൂടിയും മനസ്സിലാവും എങ്ങനെ തുടങ്ങിയത്, എവിടുന്നാണ് ഏതാണെന്നുള്ള രീതിക്ക്. ഇപ്പോൾ ഫസ്റ്റ് അനു പറയാണ്, അതായത് കഴിഞ്ഞ വർഷം 9-ാം മാസം ഏതാ, ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ അല്ലേ? അനു ആദ്യം പറയട്ടെ ഗ്രൂപ്പിൽ വന്നിട്ട്, നമ്മളെല്ലാവരും ഒരു ഗ്രൂപ്പ് ഉണ്ടായില്ല. വന്നിട്ട് ബിഗ് അപ്ഡേറ്റ് എല്ലാവരും ഓൺലൈനിൽ ഉണ്ടെങ്കിൽ പറയാന്നുള്ള രീതിക്ക്. അപ്പോൾ എല്ലാവരും മെസ്സേജ് ഓൺലൈൻ ഉണ്ട് എന്താ സംഭവം എന്നുള്ള രീതിക്ക് മെസ്സേജ് ചെയ്തത്. അപ്പോൾ അനു ഒരു വോയിസ് ഇട്ട്, അപ്പോൾ വോയിസ് ഞാൻ കേൾപ്പിച്ചു തരാം. അതായത് എല്ലാരോടും കൂടിയാണ് പറയാനുള്ളത്. എന്താ വെച്ചാല് ഇപ്പൊ ശ്രീഹരി ഇല്ല, നമ്മളെ സുമഹാസിദെ കൽബിനകമേ തങ്കത്തില് ആ പാട്ടൊക്കെ ചെയ്ത മൂപ്പരുണ്ട്. അതായത് അഭിലാഷത്തെ ഫുൾ മ്യൂസിക് ഡയറക്ടർ ഉണ്ട്. മൂപ്പരപ്പിന്റെ ഒരു പുതിയ പാട്ട് വരുന്നുണ്ട്. അപ്പൊ ബേസിക്കലി ഈ പാട്ട് വേറെ നടിമാരൊക്കെ വെച്ചിട്ട് ഓല് വേറൊരു പ്രൊജക്ട് ആക്കിയിട്ട് ഇറക്കാനൊക്കെ അതിന് പ്ലാന്. അപ്പൊ ഞാനത് മൊത്തത്തിൽ അവരോട് സംസാരിച്ച്, ഇതൊരു കല്യാണ പാട്ടാണ്, അടിപൊളി കല്യാണ പാട്ടാണ്. അപ്പൊ ആ പാട്ട് നമ്മളെ ഗ്യാങ്ങത്തെ ഒരു കല്യാണം നടക്കണം. അതായത് ഫുൾ നമ്മളെ ഗ്യാങ് മാത്രം, നമ്മളെ യൂട്യൂബിലത്തെ ആൾക്കാരും നമ്മളെ സർക്കിളിലത്തെ ആൾക്കാരും മാത്രം കല്യാണം നടത്തി അതില് ഒരു പുതിയണ്ണൊക്കെ വെച്ചിട്ട് കല്യാണം എൻജോയ് ചെയ്യുന്ന കുറച്ച് വല്യമ്മമാര് അങ്ങനത്തെ ഒരു തീമിൽ ഈ മണിക്കൽമാനല്ലേ കാലിക്കറ്റ് ഫറൂഖത്തെ അവിടെ നമ്മൾ ലൊക്കേഷനൊക്കെ ഇട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ തന്നെ പ്ലാൻ ചെയ്തിട്ട് ഒരു ദിവസത്തെ ഒരു വീഡിയോ ഷൂട്ടാണ്. വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അത് പ്ലസ് ആവും. അതായത് എല്ലാവർക്കും പ്ലസ് ആവുന്ന ആ പ്രൊജക്ട് എന്തായാലും ഹിറ്റ് ആവുന്ന പ്രൊജക്ടാണ് ഇൻഷാല്ലാ. അത്രയും എല്ലാവർക്കും ഭയങ്കര വിശ്വാസമുള്ള പാട്ടാണ് ആ പാട്ട്. അപ്പം അതൊരു പ്രൊജക്ട് ആയിട്ട് വരും, ഒരു മ്യൂസിക് വീഡിയോ ആയിട്ട് വരും, ഒരു വ്ളോഗിന്റെ അല്ലെങ്കിൽ ബാക്കിയുള്ള ലോക്കൽ സാധനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് ആവില്ല. ഇത് വരിക വൺ ഇമ്പാക്ട് ആവും. അപ്പൊ എല്ലാരും അഭിനയിക്കാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ എന്തായാലും റെഡി ആവണം. ഞാനിപ്പോ സംസാരിച്ചു. അപ്പൊ ഗേൾസ് ബോയ്സ് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാലും നമ്മളെ ഫുൾ ടീമിന്റെ ഫുൾ ഗ്യാങ്ങിന്റെ ഓൺ സോങ് ആയിട്ട് നമുക്ക് പുറത്തു വിടാൻ പറ്റും. ഇതാണ് ആദ്യം ഗ്രൂപ്പ് വിട്ട വോയിസ്. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര ഹാപ്പി. എല്ലാവർക്കും അതായത് നമ്മൾ ഈ ഒരു മ്യൂസിക് വീഡിയോയിലോ അതിലോ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന ആൾക്കാരല്ല. അപ്പം നമ്മളെ കൂട്ടത്തിലുള്ള ഫാമിലി ആയാലും എല്ലാവർക്കും ഇതിലൊരു ഭാഗമാകാൻ പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ അത് ഇട്ടപ്പോൾ ഗ്രൂപ്പിൽ വന്ന മെസ്സേജുകൾ കേൾപ്പിച്ചത്. ഫസ്റ്റ് ഹർഷി മെസ്സേജ് കേട്ടോ, അത് പൊളിക്കോ എന്ന ഡേറ്റ് അത് ഹർഷി. എന്നിട്ട് നേരത്തെ പിന്നെ വരുന്നത് സഫാൻ എന്നാ ഡേറ്റ് എന്നൊക്കെ. പിന്നെയുള്ള സഫാന് പറയുമ്പോൾ നമ്മളെ കൂട്ടത്തിലുള്ള മണാലി മലയാളി, അതായത് മുടിയൊക്കെ വളർത്തിയിട്ടുള്ള കേട്ടോ. സഫാൻ ചോദിക്കണേ, അപ്പൊ പെണ്ണിന് കിട്ടുമോ? ഇതൊക്കെയാണ് ചർച്ചകൾ. വലിയ വിഷയമായിട്ട് ഗ്രൂപ്പിൽ വരുന്ന ചർച്ചകളാണിത്. പെണ്ണിന് കിട്ടും. അപ്പൊ എന്നിട്ട് നേരെ അസുറിന്റെ റിപ്ലൈ ഉണ്ടായില്, പെണ്ണിനെ കിട്ടൂല പോണവിടുന്ന്. അതിന് ശേഷം അസുറു ആണെങ്കിൽ സ്പോട്ട് കൊടുക്കുക. ആരെന്ത് പറയാലും സ്പോട്ട് കൊടുക്കുന്ന ടീമാണ് അസുറു. അസുറുവിനെ പേടിക്കണം. പെണ്ണിന്റെ മറ്റേ മുടിയും വെച്ചുകൊണ്ട് ഗ്രൂപ്പിൽ ഒന്ന് ചലക്കാം. അല്ല അപ്പൊ അതിന് ശേഷം ജാസിറ മെസ്സേജ് ഉണ്ടോ? അല്ല ഇതിപ്പോ ആരെ കല്യാണം അത് കേക്കട്ടെ. ജാസികൻ ഗൗരവ് ഇതാരെ കല്യാണം കഴിക്കാനോ വല്ല നാട്ടിലത്തെ കാക്കന്മാരെ പോലെ അതൊന്നും കേക്കട്ടെ, എന്നിട്ട് നോക്കാന്നൊക്കെ. എന്നിട്ട് പിന്നെ അടുത്ത ഗ്രൂപ്പിലിട്ടോ. ഞാനേ പാട്ടിപ്പോ മിക്സിങ് മാസ്റ്ററിങ് കഴിഞ്ഞ് കിട്ടും. എല്ലാരും പാട്ട് പുറത്തേക്ക് വിടാതെ സ്റ്റോറി ഒന്നും ഇടാതെ അവരുടെ പേര് സ്പീക്കറോ ഹെഡ്ഫോൺസ് ഉണ്ടെന്ന് കേട്ടോ. എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊന്നും അറിയിക്കും. ഇത് ഞമ്മക്ക് വീണ് കിട്ടിയ ഒരു അവസരമാണ്. നമ്മളൊരു വ്ളോഗ് എനിക്കൊന്നും മതി. നമ്മളീ വ്ളോഗ് അതേപോലെ റീല് എന്നതിലുപരി
ഒരു ഇൻഡസ്ട്രി ലെവൽ ഒരു മ്യൂസിക് ലേബലിൽ ഒരു വീഡിയോ നമ്മളത് വരാന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം ഇമ്പാക്റ്റ് ആണ് നമുക്ക് ഉണ്ടാക്കാന്നുള്ളത് ഷുവർ ഷോട്ടാണ്. അപ്പം അതൊന്ന് എല്ലാവരും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എല്ലാവരും ഒന്ന് ഇറങ്ങണം. അപ്പൊ അനുങ്ങനെ ഓരോന്ന് പറഞ്ഞപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് കുറെ ടെക്സ്റ്റുകൾ ഉണ്ട് ഗ്രൂപ്പിൽ. അതായത് പലരും പല ജോലി, അതായത് ഓരോരുത്തരും ഓരോ പ്രൊഫഷനിൽ ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ അവരവരെ ജോലി ഒഴിവാക്കിയിട്ട് അവരവർ വരാന്നുള്ളത് മെസ്സേജുകളൊക്കെ ഗ്രൂപ്പിലുണ്ട്. പലരും പല രാജ്യങ്ങളിലാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ മാക്സിമം ടിക്കറ്റ് എടുത്തിട്ട് എങ്ങനെയും വരാന്നുള്ളത്, അതായത് എല്ലാവർക്കും അനുവിനെ സപ്പോർട്ട് ചെയ്യുന്നു, മൊത്തത്തിൽ ഈ ഒരു പ്രൊജക്റ്റിൽ ഇൻക്ലൂഡ് ആവണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് മെസ്സേജ് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, കാരണം വോയിസുകളാണ് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാൻ വേണ്ടിയിട്ട്. പിന്നെ അനു പറഞ്ഞ വോയിസ് ആണിത്. അതായത് ഞാനിപ്പോ ഇതിൽ ഈ പാട്ടിൽ ചെയ്തിരിക്കണെന്ന് വെച്ചാല് എന്റെ ശമ്പളം ഉണ്ട് ഈ പാട്ടിന്, അതായത് എനിക്കൊരു സംഖ്യ അടക്കം ഈ പാട്ടിന് കിട്ടും. അപ്പൊ ഞാൻ ഓരോട് പറയണെന്ന് വെച്ചാൽ എന്റെ ശമ്പളം വരെ എനിക്ക് തരണ്ട, പ്രൊഡക്ഷൻ കോസ്റ്റ് അത് ആഡ് ചെയ്തിട്ട്, അതായത് എന്താണ് പ്രൊഡക്ഷൻ കോസ്റ്റ് വരും. അപ്പൊ നമ്മൾ കുറച്ച് കോസ്റ്റ്യൂംസ് ഒക്കെ വാടക എടുക്കുമ്പോൾ അതുപോലെ തന്നെ ഒരു ദിവസം നമ്മൾ ലൈറ്റ് കൊടുക്കുമ്പോൾ അതിന് കുറച്ച് പൈസയാവും. അപ്പൊ ഞാൻ അതൊക്കെ എടുത്തിട്ട് എനിക്ക് ആകെ തരേണ്ടത് പാട്ടിന്റെ ഗ്യാങ്ങിന്റെ പാട്ടാക്കി മാറ്റണം, നമ്മളെ ടീമിന്റെ പാട്ടാക്കി മാറ്റണം. ഞങ്ങൾ എല്ലാവരും അഭിനയിക്കാൻ റെഡിയാണ്. അതിൽ മിക്കിക്ക് പ്രൊമോഷൻ കിട്ടും, കുറച്ച് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്ക് പ്രൊമോഷൻ കിട്ടും, നിൽക്കേണ്ടവർക്ക് നിൽക്കാം. അപ്പം അങ്ങനെ എല്ലാ തരത്തിലും നമുക്ക് ക്രെഡിറ്റ്സിലും കാര്യങ്ങളിലൊക്കെ ഗുണം കിട്ടുന്ന ഒരു പരിപാടിയാണ്. മൊത്തത്തിൽ എല്ലാവർക്കും ഇവന്റ് പ്ലാനേഴ്സിനൊക്കെ ഒരു ഗുണം കിട്ടുന്ന പരിപാടിയാണ്. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ പാട്ട് വാങ്ങിയെടുത്തോ അവരുടെ ഓരോ കയ്യിൽ നിന്ന്. ഇപ്പോൾ തരാന്നാ പറയുന്നത്. ഇപ്പൊ ഇതുവരെ മാറ്റമൊന്നുമില്ല തീരുമാനത്തില്. ഇനി പ്രൊഡക്ഷൻ കോസ്റ്റ് ഓവറായി കഴിഞ്ഞാൽ ഒരു ഡ്രോപ്പ് ചെയ്യുള്ളൂ. അപ്പൊ ഞാൻ ഓവർ ആക്കാതെ നമ്മളെ സൈഡിൽ നിന്ന് ഇപ്പൊ ക്യാമറ നമ്മളെ സൈഡിൽ ചെയ്യാൻ പറ്റും, എഡിറ്റിംഗ് നമ്മളെ സൈഡിൽ ചെയ്യാൻ പറ്റും, ഇവന്റ്സ് നമ്മളെ സൈഡിൽ നിന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, മേക്കപ്പ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പെൺകുട്ടികൾ, അപ്പൊ ആൺകുട്ടികളുടെ മേക്കപ്പ് ഉണ്ടാവും, ഓൾത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ഇടാൻ പറ്റും. അപ്പൊ അങ്ങനെ ചെയ്തിട്ട് ഇത് നമ്മളെ ഗ്യാങ്ങിന്റെ സാധനമായിട്ട് പുറത്തു വരണം. കേരളം നമ്മളെ പാട്ടായിട്ട് ഇത് കാണണം, മനസ്സിലായോ? അപ്പൊ ഇൻഷാ അല്ലാ എല്ലാരും ഒന്ന് കൂടി തരിട്ടാ. എന്താ ഇത് കയ്യിൽ നിന്ന് പോയാല് ഞാൻ നിങ്ങളോടൊക്കെ 35 ആളും റിഗ്രറ്റ് അടിക്കും എന്തായാലും. പിന്നെ ഒരു ഇരിക്കുമ്പോ വർത്താനത്തില് മനസ്സൊക്കെ ഇടങ്ങാറോ. വലിയ പാട്ട് നല്ല നടന്മാരും നടിമാരും അഭിനയിക്കും, ഓല് കൊണ്ടുപോകും, ഓരോ പാട്ടാക്കും, ഹിറ്റാക്കും. എനിക്ക് എന്തായാലും അവിടെ ആയാലും സെയിം റോളാവും. എനിക്ക് അവിടെ ആക്ട് ചെയ്യാൻ റോൾ കിട്ടും. പക്ഷെ എനിക്ക് അവിടെ ആവണമെന്നില്ല. നമ്മളെ ഗ്യാങ്ങിന്റെ സെറ്റായിട്ട് നമ്മള് പാട്ട് വരണം. കുറെ ആയിട്ടുള്ള ആഗ്രഹം. നല്ലൊരു പാട്ട് ഒത്തു വന്നപ്പോ ഞാൻ സംസാരിച്ചിട്ടാണ്. എല്ലാവരും ഒന്ന് സഹകരിക്കണം, കൂടെ നിൽക്കണം, ഡേറ്റ് ഫ്രീ ആക്കണം. ആരും ദമ്മിടാൻ നിൽക്കരുത്. ആരും ദമ്മിടാൻ നിൽക്കരുത്. അത് കേട്ട് അർച്ചു ഞാൻ ലീവ് എടുത്ത് വരാട്ടോ. നോക്കിട്ട് കാര്യമില്ല, അഭിനയിച്ചിട്ടില്ലെങ്കിൽ കഴിയുന്നു പോകും. അതെല്ലാം സ്റ്റാറോ ഞാൻ വന്നിട്ട് പൊട്ടനേക്കാനല്ലേ. അർഷു കൊറേ കാലമായിട്ടോ. അതായത് അർഷു പിന്നെ അതായത് ഇപ്പൊ ഈ പരിപാടി കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് അറിയാം അർഷു ഉണ്ടായിരുന്നില്ല, അസുറിന് ഇവരൊക്കെ വരണം നമ്മൾ നന്നായി ആഗ്രഹിച്ചു. പക്ഷെ അവർ ജോലി തിരക്ക് കാരണം അത്രയും ജോലി തിരക്കുള്ളതാണ് അവർ വരാൻ പറ്റാതിരുന്നത്. അല്ലെങ്കിൽ ഉറപ്പായിട്ട് അവർ വരേണ്ടതാണ്. അപ്പൊ വീഡിയോയിൽ അതുകൊണ്ടാണ് നിങ്ങൾ അവരെ കാണാത്തത്. സെയിം പാട്ടാ മക്കളെ, എനിക്ക് അത്രയും ഇഷ്ടമുള്ള പാട്ടാ. ഇനിയിപ്പോ ആർക്കും ഇത് പറ്റില്ല, ഇത് ഹിറ്റ് ആയിട്ടില്ലേലും ഈ പാട്ട് സീനാവും. അതായത് ഇത് പറ്റുന്നവർക്ക് നല്ല പറ്റും, പറ്റുന്നവർക്ക് എല്ലാം പറ്റും, പറ്റാതൊരു പറ്റൂല പോടാ. അങ്ങനെയൊക്കെയാണ്. അതായത് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, കാരണം ഇതിന്റെ തുടക്കം മുതൽ നിങ്ങൾക്ക് കണക്ട് ആവട്ടെ എന്ന് വെച്ചിട്ടാണ് ഞങ്ങൾക്ക് ഇത് ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് കേട്ടോ. പിന്നെന്താ പസറ് നേരെ പറയണേ, ടിക്കറ്റ് നോക്കട്ടെ എന്നുള്ളത്. ടിക്കറ്റ് നോക്കട്ടെ, ടിക്കറ്റ് നോക്കിട്ടാ ടിക്കറ്റ് കിടന്ന് നാട്ടിൽ വരുമ്പോ നല്ല റോൾ കേട്ടോ. കസാലിയിലെ സ്റ്റേജിന്റെ മുന്നിൽ ഇരുന്നിട്ട് കൈയോട്ടുന്ന റോളൊന്നും തരില്ലേ. അയ്യോ അസറൊരു കോമഡി പറഞ്ഞിട്ടോ. അപ്പൊ അങ്ങനെയാണ് ഈ ഒരു സംഭവത്തിന്റെ തുടക്കം. ഗ്രൂപ്പിലെ ആൾക്കാരും കാര്യങ്ങളൊക്കെ പറഞ്ഞ ഓരോരുത്തരുടെ ഡേറ്റിനനുസരിച്ച് നമ്മൾ ഡേറ്റ് ഒക്കെ നോക്കി ഫിക്സ് ചെയ്തിപ്പോൾ പരിപാടി നടന്നത് സ്റ്റേഡിയം എന്ന് പറഞ്ഞൊരു റിസോർട്ട് ഉണ്ട് കോഴിക്കോട്, അവിടെ വെച്ചിട്ടാണ് നടന്നത്. അപ്പോൾ